നമസ്കാരം, വന്ദനം, നമോ, വാഗം. എന്താണ് നാറ്റോ സഖ്യം? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഈ നാറ്റോ സഖ്യം എന്ന്. യഥാർത്ഥത്തിൽ നാറ്റോ സഖ്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് പല ആൾക്കാർക്കും അറിയില്ല. വാഷിംഗ്ടൺ നേതൃത്വം നൽകുന്ന സൈനിക സഖ്യമാണ് നാറ്റോ സഖ്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് അമേരിക്കയുടെ സൈന്യമാണെന്ന്. അങ്ങനെയല്ല. നാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളുണ്ടല്ലോ, ആ യൂറോപ്യൻ രാജ്യങ്ങളുടെ സൈനിക ശക്തി, അതായത് യൂറോപ്പിലെ എത്ര രാജ്യങ്ങളുണ്ടോ അതിലെ പല രാജ്യങ്ങളുടെയും സൈനിക ശക്തി ഒന്നായി ചേർത്ത് നിർത്തി അവരെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു വലിയ സൈനിക ശക്തിയാണ് നാറ്റോ എന്ന് പറയുന്നത്. ഉദാഹരണം, വളരെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഏഷ്യൻ ഭൂഖണ്ഡത്തിലുള്ള രാജ്യങ്ങൾ ഇന്ത്യ, ചൈന, റഷ്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഒരിക്കലും സംഭവിക്കില്ലെങ്കിലും ഒരു അതിശയോക്തി എക്സാമ്പിളിന് വേണ്ടി പറയുന്നതാണ്. ഇവരുടെ എല്ലാവരുടെയും സൈന്യം ഒരുമിച്ച് നിന്ന്, അതായത് ഏത് പ്രതിസന്ധി വന്നാലും നമ്മൾ ഒരുമിച്ച് നിൽക്കും, നമ്മുടെ സൈന്യമെല്ലാം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കും. അപ്പോൾ ഏഷ്യയിലെ ഈ രാജ്യങ്ങളിലെ എല്ലാം സൈന്യം ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തിയാകും എന്ന് പറഞ്ഞ് പ്രവർത്തിച്ചത് എങ്ങനെ ഉണ്ടായിരിക്കും? അതുപോലെയാണ് യൂറോപ്പിലെ രാജ്യങ്ങളുടെ സൈനിക ശക്തി മുഴുവൻ ഒന്നിച്ചു ചേർന്ന് നിന്നിട്ട് ആ സൈനിക ശക്തിയാണ് നാറ്റോ എന്ന് പറയുന്നത്. പക്ഷേ ഇത് നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി നാറ്റോ സഖ്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണ്, അല്ലെങ്കിൽ മുഖ്യ ശത്രു ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റഷ്യയാണ് എന്നുള്ളതാണ്. ഈ റഷ്യയുടെ അടുത്ത് എങ്ങനെയെങ്കിലും നാറ്റോ സഖ്യത്തിന്റെ സാന്നിധ്യം എത്തിക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യമല്ലാഞ്ഞിട്ട് പോലും യുക്രൈനെ കൂടെ നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടുത്താമെന്ന് അമേരിക്ക പറഞ്ഞത്. യുക്രൈനെ കൂടെ നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ യുക്രൈന്റെ സൈന്യവും നാറ്റോയുടെ ഭാഗമാകും. അങ്ങനെയാണെങ്കിൽ യുക്രൈനിലേക്ക് നാറ്റോയുടെ സൈന്യത്തിന് കടന്നു വരാൻ സാധിക്കും. റഷ്യയുടെ ബോർഡർ പങ്കിടുന്ന രാജ്യമാണ് യുക്രൈൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റഷ്യയുടെ ബോർഡറിൽ നാറ്റോ സഖ്യത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. ഇത് റഷ്യ അനുവദിക്കുന്നില്ല. ഇത് റഷ്യ അനുവദിക്കാത്തത് കൊണ്ടാണ് യുക്രൈനോട് നാറ്റോ സഖ്യത്തിൽ പോയി ചേരരുതെന്ന് പറഞ്ഞത്. പക്ഷേ യുക്രൈൻ അമേരിക്കയുടെ വാക്ക് കേട്ടുകൊണ്ട് നാറ്റോ സഖ്യത്തിൽ പോയി ചേരുകയും അങ്ങനെ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. ഇങ്ങനെയാണ് റഷ്യയുടെയും യുക്രൈൻ്റെയും യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്ക് ചെന്നപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഈ അതായത് നാറ്റോ സൈനിക സഖ്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. കാരണം ഇതിൻ്റെ 75ാം വാർഷികം വരാൻ പോവുകയാണ്. നാറ്റോ ഉച്ചകോടി നടക്കാൻ പോവുകയാണ്. ആ നാറ്റോ ഉച്ചകോടിയിലും നരേന്ദ്രമോദി പോകുന്നുണ്ട്. ആ സമയത്ത് തന്നെ റഷ്യയിലേക്ക് പോകുന്ന നരേന്ദ്രമോദിയെ US അടക്കം നിശ്ചിതമായി വിമർശിച്ചേക്കും എന്നുള്ള വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ നിലനിന്നു. പക്ഷേ US അങ്ങനെ ചെയ്തില്ല. കാരണം ഇന്ത്യ പഴയ ഇന്ത്യയല്ല എന്നുള്ളത് കൊണ്ടാണ് US അങ്ങനെ ചെയ്യാത്തത്. അങ്ങനെ റഷ്യയിലേക്ക് നരേന്ദ്രമോദി പോയപ്പോൾ ഇവിടെയുള്ള വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയ്ക്ക് അടക്കമുള്ള രാജ്യങ്ങൾക്ക് മറുപടി കൊടുത്തത് ഏത് രീതിയിലാണ് എന്ന് പറഞ്ഞാൽ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് ചുട്ട മറുപടി ഇവിടെയുള്ള വിദേശകാര്യ വക്താക്കൾ കൊടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റഷ്യയെ തടയാനുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം രൂപീകരിച്ച സൈനിക സഖ്യമാണ് നാറ്റോ എന്നും യുക്രൈൻ നാറ്റോയിൽ അംഗമായാൽ നാറ്റോ സൈന്യം റഷ്യൻ അതിർത്തിയിലെത്തും. നേപ്പാളിലോ ഭൂട്ടാനിലോ ചൈനീസ് സൈന്യം ടാങ്കുകളുമായി വന്നു നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യ എങ്ങനെ പ്രതികരിക്കും? അതായത് നമ്മുടെ അതിർത്തി രാജ്യങ്ങളുടെ ആ അതിർത്തിയിൽ ചൈനയ്ക്ക് യാതൊരു സ്വാധീനവുമില്ല. ആ ചൈന അവിടെ കൊണ്ട് ടാങ്ക് വിന്യസിച്ചു കഴിഞ്ഞാൽ ചൈനയ്ക്ക് എളുപ്പത്തിൽ ഇന്ത്യയെ ആക്രമിക്കാൻ സാധിക്കും. അങ്ങനെ ചൈന ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യ എങ്ങനെ പ്രതികരിക്കും? നിങ്ങൾ അതൊന്ന് ആദ്യം പറ എന്നാണ് അവിടെയുള്ള ആൾക്കാർക്ക്, അതായത് നരേന്ദ്രമോദി റഷ്യയിലേക്ക് പോയതിനെ വിമർശിച്ച ആൾക്കാരോട് ഇവിടെയുള്ള വിദേശകാര്യ വക്താക്കൾ ചുട്ട മറുപടിയായിട്ട് കൊടുത്തത്. അങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യ ശക്തമായി പ്രതികരിക്കും. അതേ റഷ്യയും ചെയ്തുള്ളൂ എന്നാണ് കൃത്യമായിട്ട് അവർക്ക് മറുപടി കൊടുത്തത്. അതോടുകൂടി അവരുടെ വാ അടഞ്ഞു എന്നുള്ളത് ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റഷ്യയെ ഇന്ത്യക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന ശക്തമായിട്ടുള്ള നിലപാടാണ് ഇന്ത്യ എടുത്തത്. അത് ശക്തമായിട്ടുള്ള നിലപാടായിരുന്നു. വേറെ ഏതെങ്കിലും രാജ്യമായിരുന്നു ഈ നിലപാട് എടുത്തതെങ്കിൽ ഉടനെ തന്നെ അമേരിക്കയും നാറ്റോ സഖ്യവും അടക്കമുള്ളവർ അവർക്കെതിരെ ഉറഞ്ഞു തുള്ളിയേനെ, അവർക്കെതിരെ വലിയ രീതിയിലുള്ള ഉപരോധങ്ങൾ കൊണ്ടുവന്നേനെ. പക്ഷേ ഇന്ത്യക്കെതിരെ അമേരിക്ക അത് കൊണ്ടുവരില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ലോക വിപണിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് എന്തെങ്കിലും ഉപരോധം ഏർപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിൽ അമേരിക്കയ്ക്കടക്കം അത് ക്ഷീണമാകും. ലോക വിപണി, അതായത് ഗ്ലോബൽ മാർക്കറ്റ് തന്നെ മന്ദഗതിയിലായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യ വളർന്നു നിൽക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്ഘടനയാകാൻ, അതായത് മൂന്നാമത്തെ സമ്പദ്ഘടനയാകാനായിട്ട് ഇന്ത്യ ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിന്ന സുഹൃത്ത് എന്നാണ് നരേന്ദ്രമോദി റഷ്യയെ അവിടെ പോയി അഭിസംബോധന ചെയ്തത്. അതായത് ഇന്ത്യക്ക് സുഖം വന്നാലും ദുഃഖം വന്നാലും റഷ്യ നമ്മുടെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ നിലപാടും അവിടെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ലോകരാജ്യങ്ങളെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയത്. ഇന്ത്യ പറഞ്ഞു യുക്രൈനിൽ യുദ്ധം നടത്തുന്നത് എത്രയും പെട്ടെന്ന് നിർത്തണം എന്ന് പറഞ്ഞു. ലോകരാജ്യങ്ങളിൽ തന്നെ വ്ളാദിമിർ പുതിൻ എന്ന് പറയുന്ന റഷ്യയുടെ ഇത്രയും വലിയ ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് ഇത് പറയാൻ ധൈര്യമുള്ള ആരുമില്ല എന്നുള്ളതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത്. ഒളിച്ചും പാത്തൊക്കെ പല ആൾക്കാരും പറയും, പ്രസ്താവന ഇറക്കും. പക്ഷേ റഷ്യയിൽ പോയി റഷ്യയുടെ പരമോന്നത ബഹുമതി സ്വീകരിച്ച ശേഷം നരേന്ദ്രമോദി പറഞ്ഞത് യുക്രൈനിൽ കുട്ടികൾ കൊല്ലപ്പെടുന്നത് ഹൃദയഭേദകമാണ്, ദയവ് ചെയ്ത് അത് നിർത്തണം എന്ന് പറഞ്ഞു. നരേന്ദ്രമോദി അവിടെ പോയി റഷ്യൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യം അപ്പോൾ തന്നെ റഷ്യൻ പ്രസിഡന്റ് നടത്തി കൊടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് യുദ്ധമുഖത്തുള്ള ഇന്ത്യക്കാർ പല ആൾക്കാരും റഷ്യയിലുണ്ട്. അവരെ പല ആൾക്കാരെയും നിർബന്ധിതമായി പട്ടാള സേവനത്തിന് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഞങ്ങൾക്ക് വിട്ടുകിട്ടണം. കഴിഞ്ഞ ദിവസവും 2 ഇന്ത്യക്കാർ മരിച്ചതായിട്ടുള്ള വാർത്ത വന്നിരുന്നു എന്നുള്ളതും നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ അതും ചെയ്തു തരാം എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ നരേന്ദ്രമോദിക്ക് ഉറപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ ശക്തമായ 2 നേതാക്കളുടെ മീറ്റപ്പാണ് അവിടെ നടന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇനി ഇന്ത്യക്ക് ഇതിനകത്ത് എന്താണ് ലാഭം എന്നുള്ളൊരു ചോദ്യമുണ്ട്. എപ്പോഴും ചൈനയെ നിലയ്ക്ക് നിർത്താൻ ഇന്ത്യക്ക് റഷ്യയുടെ സഹായം ആവശ്യമുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ചൈന ഏറ്റവും കൂടുതൽ ലോകത്ത് പേടിക്കുന്ന ഒരു രാജ്യം റഷ്യ മാത്രമേ ഉള്ളൂ. ലോകത്ത് ആരുടെയൊക്കെ അതിർത്തി മാന്താൻ ചൈന പോയി കഴിഞ്ഞാലും ചൈന ഒരിക്കലും റഷ്യയുടെ അതിർത്തി മാന്താൻ പോകില്ല എന്നുള്ളത് നമുക്ക് എവിടെ പരിശോധിച്ചാലും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. കാരണം റഷ്യയുടെ ആയുധങ്ങൾ തന്നെയാണ്. റഷ്യയുടെ കയ്യിലിരിക്കുന്ന മോസ്റ്റ് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസ് ചൈനയെ ഭയപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ റഷ്യ ഒരു ഏകാധിപത്യ രാജ്യം കൂടെയാണ്. റഷ്യ എവിടെ എപ്പോൾ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് അറിയില്ല. ചൈനീസ് സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് റഷ്യയിലും പ്രവർത്തിക്കുന്നത്. സോവിയറ്റ് നേഷൻ ആയിരുന്നു, ഇപ്പോഴാണ് റഷ്യ ആയിട്ട് മാറിയത്. അതുകൊണ്ട് ആ ഒരു തീപ്പൊരി ചൈനയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് ഇന്ത്യക്ക് അറിയാം. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇലക്ഷൻ അടക്കം വന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ ചെറിയൊരു ഡൗൺഫോൾ നരേന്ദ്രമോദിക്ക് ഉണ്ടായി എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. ഈ ഡൗൺഫോൾ നരേന്ദ്രമോദിക്ക് തിരുത്തി മോദിക്കൊന്ന് റീലോഞ്ച് ചെയ്യണമെങ്കിൽ, അതായത് മൂന്നാമത്തെ ഈ ടേമിൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വാഗ്ദാനം എന്ന് പറയുന്നത് പാക് അധീന കശ്മീർ ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്നാണ്. നരേന്ദ്രമോദി പാക് അധീന കശ്മീർ തിരിച്ചു പിടിക്കും എന്ന് പറഞ്ഞ വെറുതെയല്ല, ജമ്മു കശ്മീരിൽ ഉടനെ തന്നെ തെരഞ്ഞെടുപ്പ് വരും. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജമ്മു കശ്മീരിലെ പ്രകടന പത്രികയിലെ ആദ്യത്തെ വാഗ്ദാനം എന്ന് പറയുന്നത് POK ഇന്ത്യയുടെ സ്വന്തമാകും എന്നുള്ളതാണ്. അങ്ങനെ POK ഇന്ത്യയുടെ സ്വന്തമാക്കാനായിട്ട് ഒരു ശ്രമം നടത്തിക്കഴിഞ്ഞാൽ അതിനെ പാകിസ്ഥാനെ സഹായിക്കാൻ ആദ്യം ഓടിയെത്തുന്നത് ചൈനയായിരിക്കും. കാരണം പാക് അധീന കശ്മീരിൽ ചൈനയുടെ ഇടനാഴിയുടെ പണിയടക്കം നടക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ POK ഇന്ത്യ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണെങ്കിൽ ചൈന അതിന് തടയിടാൻ വന്നാൽ ചൈനയ്ക്ക് തടയിടാനായി നയതന്ത്രപരമായിട്ട് റഷ്യയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള ശക്തമായിട്ടൊരു നീക്കം കൂടെ റഷ്യയുടെ ഈ സന്ദർശനത്തിൽ നരേന്ദ്രമോദി ഉന്നം വെച്ചിട്ടുണ്ടാകാം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം നിങ്ങൾ വിചാരിക്കും റഷ്യ അങ്ങനെ സഹായിക്കുമോ, ഇന്ത്യയും റഷ്യയും തമ്മിൽ അങ്ങനെ ഒരു താല്പര്യമുണ്ടോ എന്ന്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റഷ്യ ഈ ഇടയ്ക്ക്, അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു മാപ്പ്, ലോകരാജ്യങ്ങളുടെ ഒരു മാപ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു. ലോകരാജ്യങ്ങൾ എവിടെ മാപ്പ് പ്രസിദ്ധീകരിച്ചാലും ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് പാക് അധീന കശ്മീർ ഒഴിവാക്കി മാത്രമാണ് ലോകരാജ്യങ്ങൾ ആ മാപ്പ് പ്രസിദ്ധീകരിക്കുന്നത്. പക്ഷേ റഷ്യ പ്രസിദ്ധീകരിച്ച ഈ മാപ്പിൽ ചരിത്രത്തിലാദ്യമായി പാക് അധീന കശ്മീരും കൂടെ ഇന്ത്യയുടെ ഭാഗമാക്കി ചേർത്തുകൊണ്ടാണ് റഷ്യ അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയും പുതിനും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയിൽ വലിയ മാനങ്ങളുണ്ട് എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും കണക്കുകൂട്ടുന്നത് എന്നുള്ളത് ഒരു കാര്യമാണ്. ഇനി പാക് അധീന കശ്മീരിൽ ഇപ്പോൾ അതിഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഇന്ത്യയോട് ചേരണം എന്ന് പറഞ്ഞാണ് അവരവിടെ പ്രശ്നങ്ങൾ നടത്തുന്നത് എന്ന് പല റിപ്പോർട്ടുകളും മലയാള മാധ്യമങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ദേശീയ മാധ്യമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്ന ഈ സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ കോടതിയുടെ ഒരു വിധി കൂടെ നമ്മൾ എടുത്തു കാണണം. പാകിസ്ഥാന്റെ കോടതിയുടെ ഒരു വിധി ഈ ഇടയ്ക്ക് വന്നത് പാക് അധീന കശ്മീരിൽ പാകിസ്ഥാൻ കോടതിക്കോ നിയമവ്യവസ്ഥയ്ക്കോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം അവർക്ക് എല്ലാം സെപ്പറേറ്റ് ആണ്.
അവിടെ ഒരു സെപ്പറേറ്റ് സമാന്തരമായിട്ടുള്ള ഭരണകൂടമുണ്ട്, ഭരണവ്യവസ്ഥയുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും അവിടെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് പാകിസ്ഥാൻ അനധികൃതമായി കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ് പാക് അധീന കശ്മീർ. അവിടെയുള്ള ജനങ്ങളെപ്പോലും പാകിസ്ഥാന് സ്വാധീനിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പാക് അധീന കശ്മീരിൽ ഫൈറ്റ് നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ബലൂചിസ്ഥാനും ഇന്ത്യ ഉന്നം വയ്ക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വലിയൊരു നീക്കം നടക്കാൻ പോകുന്നത് എന്നുള്ള സൂചനകൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനത്തോടനുബന്ധിച്ച് പല നേതാക്കളും പല രാഷ്ട്രീയ നിരീക്ഷകരും കാണുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നാറ്റോ ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോവുകയാണെങ്കിൽ അവിടെയും പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായിട്ടുള്ള സ്വീകരണമായിരിക്കും ലഭിക്കുക എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്. കാരണം നാറ്റോയിലേക്കും പോകും, അതായത് റഷ്യയിലേക്ക് പോയ പ്രധാനമന്ത്രിയെ നാറ്റോയിലേക്ക് അടുപ്പിക്കില്ല എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. ഇതൊരു അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. കാരണം റഷ്യയുമായിട്ട് ഈ സാഹചര്യത്തിൽ അടുത്ത് നിൽക്കുന്ന ആരെയും തന്നെ നാറ്റോയോ US അടുപ്പിക്കില്ല, അവർക്ക് ഉപരോധം ഏർപ്പെടുത്തും. പക്ഷേ ഇന്ത്യയെ മാത്രമാണ് ഇവർ ഉപരോധിക്കാത്തത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം അത് ഇന്ത്യ ഏറ്റവും വലിയ വിപണി ആയതുകൊണ്ടാണ്. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇന്ത്യ എന്ന് പറയുന്ന വിപണി അമേരിക്കയ്ക്ക് മാത്രമല്ല ചൈനയ്ക്കും ഏറ്റവും വലിയൊരു വിപണി തന്നെയാണ്. 2023, 2024 ട്രേഡിംഗ് റിപ്പോർട്ട്, അതായത് വ്യാപാരത്തിന്റെ കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചൈന ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് നടത്തിയിരിക്കുന്നത് ഇന്ത്യയുമായിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ പുറമേ കാണുമ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിൽ വലിയ ശത്രുതയാണ്. പക്ഷേ ട്രേഡിംഗ് റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ ചൈനയുടെ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ചൈനയുടെ മാത്രമല്ല, അമേരിക്കയുടേതായാലും ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ പാക് അധീന കശ്മീർ ഇന്ത്യ പിടിക്കാൻ പോവുകയാണെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് നമുക്ക് കരുതാനായിട്ട് യാതൊരുവിധ നിർവാഹവുമില്ല. കാരണം ചൈനയ്ക്കും അറിയാം, ഇന്ത്യക്കും അറിയാം, അമേരിക്കയ്ക്കും അറിയാം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു യുദ്ധത്തിന് ഇറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കാൻ ആരെങ്കിലും തുനിയുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് തന്നെ വലിയ രീതിയിലുള്ളൊരു ഡൗൺഫോളിലേക്ക് പോകും. ലോകം മുഴുവൻ തന്നെ ഒരു 30-40 വർഷം പിന്നോട്ടടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കൃത്യമായിട്ട് ഈ ലോക രാജ്യങ്ങൾക്കെല്ലാം അറിയാം. ആ ഒരു സംഭവം വെച്ചാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കളിക്കാൻ പോകുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. പിന്നെ നരേന്ദ്രമോദിക്ക് ഇതിനകത്തുള്ള രാഷ്ട്രീയ നേട്ടം, മോദിക്ക് ഇതിനകത്തുള്ള രാഷ്ട്രീയ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഇപ്പോൾ ഒരു ഡൗൺഫോളിലാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷം ഇവിടെ വല്ലാണ്ട് കയറി സ്കോർ ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്കോർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പാക് അധീന കശ്മീർ തിരിച്ചു പിടിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിക്ക് അതിശക്തമായി വീണ്ടും ഒരു റീലോഞ്ചിങ് സാധ്യമാകും. നരേന്ദ്രമോദി ആ ഒരു പഴയ പ്രതാപത്തിൽ, ഇപ്പോഴും പ്രതാപത്തിന് കുറവൊന്നുമില്ല, പ്രതിപക്ഷം കിടന്ന് പൊളയ്ക്കുന്നതുകൊണ്ടാണ്, ആ ഒരു പഴയ പ്രതാപത്തിൽ ജനമനസ്സുകളിൽ തിരിച്ചെത്തും എന്ന് എല്ലാവർക്കും അറിയാം. കാരണം ജവഹർലാൽ നെഹ്റു ഒക്കെ നിരന്തരം എടുക്കുന്ന ഒരു ടെക്നിക്കാണിത്. അതായത് ജവഹർലാൽ നെഹ്റു തോക്കുമെന്നായപ്പോഴാണ് ഗോവ, അത് പോർച്ചുഗലിന്റെ കയ്യിലാണല്ലോ ഇരുന്നത്, അവർ ചെന്ന് ചോദിച്ചാൽ തിരിച്ചു വരും. പക്ഷേ ഗോവ പിടിച്ചെടുക്കാനായിട്ട് ജവഹർലാൽ നെഹ്റു ചെയ്തത് അവിടെ പട്ടാളത്തെ ഇറക്കി ഞാനിതാ വലിയൊരു നീക്കം നടത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാണ് ആ സമയത്ത്. അപ്പം ജനങ്ങളെ കണ്ണി പൊടിയിട്ട് അതിങ്ങോട്ട് എടുത്ത രീതിയിലായി. പക്ഷെ പാക് അധീന കശ്മീർ അങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റില്ല. പാക് അധീന കശ്മീർ പിടിച്ചെടുക്കണമെങ്കിൽ സസൂക്ഷ്മമായിട്ടുള്ള നയതന്ത്ര പ്രവർത്തനം അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ പാക് അധീന കശ്മീർ പിടിച്ചെടുക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ഇത് ചില്ലറ കളിയല്ല എന്നുള്ളത് വേറൊരു കാര്യം. അതുകൊണ്ടാണ് പറഞ്ഞത് നരേന്ദ്രമോദിയും വ്ളാദിമിർ പുതിനും തമ്മിലുള്ള കൂടിക്കാഴ്ച ലോക രാജ്യങ്ങൾ തന്നെ ഉറ്റുനോക്കുന്നത് ഇത്തരത്തിലുള്ള ഉള്ളുകളികൾ ഉള്ളത് കൊണ്ടാണ്. ഏറ്റവും കൂടുതൽ ചങ്കിടിക്കുന്നത് ഈ സമയത്ത് ചൈനയ്ക്കായിരിക്കും. ചൈനയെ ഒതുക്കാനായിട്ട് ഇന്ത്യക്ക് റഷ്യയുടെ സഹായം അത്യന്താപേക്ഷിതവുമാണ്. റഷ്യയ്ക്ക് ചൈനയെക്കാട്ടിലും ഇപ്പോൾ കൂറ് ഇന്ത്യയോടാണ് എന്ന് കൃത്യമായിട്ട് അറിയാം. കാരണം യുക്രൈൻ റഷ്യ വാർ വന്നപ്പോൾ പോലും എല്ലാ രാജ്യങ്ങളും റഷ്യയെ തള്ളിപ്പറഞ്ഞപ്പോൾ ഇന്ത്യ തള്ളിപ്പറഞ്ഞിട്ടില്ല. പോരാത്തതിന് യൂറോപ്യൻ കൺട്രീസും അമേരിക്കയും അടക്കം റഷ്യൻ എണ്ണയ്ക്കടക്കം ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യയുടെ പൈസയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഡോളർ മാറ്റിയിട്ട് റഷ്യൻ രൂപയായിട്ടുള്ള റൂബിളിലും ഇന്ത്യയുടെ മണിയായിട്ടുള്ള റുപ്പിയിലും അവിടെ കച്ചവടം നടന്നത്. അങ്ങനെ ഏറ്റവും കൂടുതൽ എണ്ണ ആ സമയത്ത് ഇന്ത്യയാണ് വാങ്ങിയത്. റഷ്യയുടെ അവിടെയുള്ള വലിയ പ്രതിസന്ധിക്ക് അത് വലിയ ഒരു ആശ്വാസമായി എന്നുള്ള ആ ഒരു സംഭവം കൂടെ റഷ്യയുടെ മനസ്സിൽ ഈ സാഹചര്യത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അപ്പം ശരി.